ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്, നിങ്ങളിൽ പലർക്കും യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. US ടാക്സ് ഇൻഫർമേഷനെ കുറിച്ചിട്ട് ആക്ഷൻ നീഡഡ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരു ഇമെയിലും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് സംശയമുണ്ട്. ആക്ഷൻ നീഡഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു അലേർട്ട് വരുമ്പോൾ എന്തോ നമ്മുടെ ചാനലിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് പലർക്കും അറിയാം. പക്ഷെ ഇതെന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. മാത്രമല്ല, ഈ രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരാത്തവരുമുണ്ട്. അപ്പൊ ആരൊക്കെ ഇത് ചെയ്യണം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ വ്യൂവേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ആദ്യം നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യുവർ US ടാക്സ് ഫോം വിൽ എക്സ്പയർ അറ്റ് ദി എൻഡ് ഓഫ് 2024 എന്നുള്ളത്. വളരെ സിമ്പിൾ ആണ്. 2024 കൂടിയിട്ട് നിങ്ങളുടെ US ടാക്സ് ഇൻഫർമേഷൻ, നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് എക്സ്പയർ ആവുകയാണ്. അപ്പൊ നിങ്ങളോട് പുതിയൊരു ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനാണ് പറയുന്നത്. ഡിസംബറോട് കൂടി കൊടുത്താൽ മതി. അപ്പൊ അത് കൊടുക്കണം എന്നുള്ളൊരു അലേർട്ട് നമുക്ക് വന്നു. അപ്പൊ നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ US ടാക്സ് ഇൻഫർമേഷൻ എന്നുള്ളൊരു ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ റവന്യൂവിന്റെ 24% ഒക്കെ യൂട്യൂബ് കട്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും യൂട്യൂബ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫണ്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്, നമുക്ക് തരാതെ. അപ്പൊ അത് കൊടുക്കല് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ നമ്മൾ പുതിയൊരു ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു ചാനലിൽ 2024 ഡിസംബറിൽ ആ ഒരു US ടാക്സ് ഇൻഫർമേഷൻ എക്സ്പയർ ആവുകയാണ്. അപ്പൊ അതിന്റെ അലേർട്ടാണ്. അപ്പൊ ആ ഒരു സമയമാകുമ്പോഴേക്കും പുതിയ ടാക്സ് ഇൻഫർമേഷൻ നമ്മളോട് സബ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ആഡ്സെൻസിൽ ഹോൾഡ് ചെയ്തു വെക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അതായത് നമ്മളൊക്കെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സെൻസിൽ US ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുത്ത ടാക്സ് ഇൻഫർമേഷൻ ഈ 2024 ഡിസംബറോട് കൂടിയിട്ട് എക്സ്പയർ ആവുകയാണ്. അതുകൊണ്ട് പുതിയത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി ഇത് ആരൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ എന്നുള്ളതാണ് പലർക്കും സംശയം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ ഈ ഒരു പേയ്മെന്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് US ടാക്സ് ഇൻഫർമേഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷോ എന്നുള്ള ഒരു ടാക്സ് റിലേറ്റഡുമായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എക്സ്പയറി ഡേറ്റ് എന്നുള്ളത് കാണാം. നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് ഇവിടെ കാണാം, എക്സ്പയറി ഡേറ്റും കാണാം. അപ്പൊ ഈ ഒരു എക്സ്പയറി ഡേറ്റ് ഇവിടെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വർഷം 2024 ഡിസംബറിൽ ഇത് എക്സ്പയർ ആവുകയാണ്. അപ്പൊ പുതിയത് കൊടുക്കണം. അതുകൊണ്ടാണ് ഈ ഒരു അലേർട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ആഡ്സെൻസിൽ US ടാക്സ് ഇൻഫർമേഷൻ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ 2024 ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ് കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്, അലേർട്ട് വരുന്നതാണ്, ഇമെയിൽ വരുന്നതാണ്, നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു അലേർട്ട്, ഈ ഒരു ഇമെയിൽ വരാത്തവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യേണ്ടവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇമെയിൽ വന്നവരാണ്. ആർക്കൊക്കെയാണ് ഇമെയിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്പയറി ഡേറ്റ് ആയവർക്ക്, അല്ലെങ്കിൽ ഈ നിയർ ആയിട്ട് ആകുന്നവർക്ക് മാത്രമാണ് ഈ ഒരു അലേർട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒരു പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേറൊരു സംശയം, ഇത് എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു സബ്മിറ്റ് ന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഴയത് ഡിലീറ്റ് ആകും. ഈ ഒരു സ്റ്റെപ്പ് ഗൂഗിൾ ആഡ്സെൻസിൽ മോണിറ്റൈസേഷൻ ആയവരൊക്കെ ചെയ്യേണ്ടതാണ്. അതായത് ID വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷൻ, ബാങ്ക് ഡീറ്റെയിൽസ്, അതിനോട് കൂടെ നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് ആണ്
US ടാക്സ് ഇൻഫർമേഷൻ എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ ഒരു US ടാക്സ് ഇൻഫർമേഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും ആവശ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാം എന്നുള്ളതിന്റെ പുതിയൊരു വീഡിയോ വീണ്ടും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഉടനെ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.